പെൺകുട്ടികളുടെ മുന്നിൽ ഷോ കാണിക്കാൻ അടി കൊടുക്കാനും മറ്റും ഇടപെടുന്ന ആളുകളെ പറ്റി പറഞ്ഞു. അവരൊക്കെ ഈ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗമായി വരും. അതിനെയാണ് നമ്മൾ പാവാടകളെന്ന് പറയുന്നത്. വട്ടിയൂർക്കാവ് അജിത്കുമാർ ഭാര്യയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ശക്തമായിട്ട് പുറത്തോട്ട് വരാം. ഏതെങ്കിലും പെണ്ണുങ്ങളെ ഇന്റർവ്യൂ കാണണമെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ രംഗത്ത് വരണം. ചുരുക്കം അത് 2 തേപ്പ് കിട്ടിയപ്പോഴാണ് വട്ടിയൂർക്കാവ് അജിത്കുമാറിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരു സംഘടന തുടങ്ങുന്നത് തോന്നിയത്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തന്നെ പറയുന്നത് സംശയത്തിന്റെ പേരിൽ കൊന്നു. യഥാർത്ഥ സംശയമല്ല, അതായത് കണ്ണുകൊണ്ട് കണ്ടിട്ടായിരിക്കും, വേറെ രീതിയിൽ കണ്ടിട്ടായിരിക്കും അവന്റെ മനോനില തെറ്റിയിട്ട് അവൻ കൊല്ലുന്നു. സ്ത്രീകൾക്ക് ചോദിക്കുവാനും പറയുവാനും നൂറുകണക്കിന് സംഘടനകളുള്ള നാട്ടിൽ ആണുങ്ങൾക്ക് ചോദിക്കുവാനും പറയാനും ആരുമില്ല എന്ന പരാതിക്ക് പരിഹാരവുമായി ഒരു സംഘടന ഉണ്ടായി. അതിന്റെ പേര് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണ്. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റും ഒക്കെ ആയ വട്ടിയൂർക്കാവ് അജിത്കുമാറാണ് നമുക്കുള്ളത്. ചേട്ടാ നമസ്കാരം. ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കും? തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. എത്തരത്തിലുള്ള ആണുങ്ങൾക്ക് വേണ്ടി? ഇത്തരത്തിലുള്ള ആണുങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ മോശം അനുഭവം വൈഫിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ ഉണ്ടായാൽ തീർച്ചയായിട്ടും ചോദിക്കും. അത് ശക്തമായിട്ടുള്ള ചോദ്യം തന്നെയായിരിക്കും ഓൾ കേരള മെൻസ് ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലായിട്ട് കുടുംബം പോറ്റാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവർ, രോഗബാധിതരായവർ, വൃക്കയില്ലാത്തവർ, അങ്ങനെ ഒട്ടനവധി പേർ സഹായം അഭ്യർത്ഥിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകൾ. ഇവരുടെ ഒന്നും വിഷയത്തിൽ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇടപെട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഇടപെടുന്നത് KSRTC ബസ്സിൽ ലൈംഗിക അവയവം പുറത്ത് കാണിക്കുന്നത്, സ്ത്രീ പീഡനത്തിൽ പ്രതിയാകുന്നത്, ഇവരുടെയൊക്കെ വിഷയങ്ങളിൽ ഭയങ്കര നാക്കാണ്. ഈ പാവപ്പെട്ട ഇങ്ങനെ അസുഖബാധിതരായി കിടക്കുന്ന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കില്ല. ഈ വൃക്ക പോയവർക്കും ഹാർട്ട് പോയവർക്കും ഈ ലിവർ പോയവർക്കും ഒക്കെ കൃത്യമായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നാനാഭാഗത്തും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് പേര്, എന്ന് വെച്ചാൽ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞു തന്നെ കേരളത്തിൽ ഒരുപാട് പേര്. പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, ഈ അസുഖം ബാധിച്ചവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ എല്ലാ രീതിയിലും തകർന്ന് ജീവിതം വഴിമുട്ടി, എന്നുവെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആത്മഹത്യ കൂടുതൽ പുരുഷന്മാരാണ്. രോഗബാധിതരല്ല, ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ വേണ്ടിയിട്ട് ഒരാളില്ല. അവിടെയാണ് പ്രശ്നം. ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സർക്കാരുണ്ട്, ഈ ഇതുപോലെ പറഞ്ഞ നന്മബലങ്ങളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, ഒരുപാട് പേര്, നാട്ടുകാരുണ്ട്, റെസിഡൻസ് അസോസിയേഷൻകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ പുരുഷന്മാർ അവരുടെ ഒരു കരച്ചിൽ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി ഒരാളില്ല. അത് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ, വേറെ സംഘടന പോലും ഒരു നിങ്ങൾ അങ്ങനെ ഇടപെടുന്നതുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? ഞാൻ ഇപ്പൊ സവാദ് വിഷയം എടുക്കാം. സവാദിന്റെ വിഷയത്തിലാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ലൈഫ് ലൈനിലേക്ക് വരുന്നത്, ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നത്. എന്ത് നീതിയാണ്? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സവാദ് ഇരചേർക്കപ്പെട്ട ആളാണെന്ന് പലപ്പോഴും വട്ടിയൂർക്കാവ് അജിത്കുമാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഇരചേർക്കപ്പെട്ട ആൾക്ക് എന്ത് നീതിയാണ് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ഒരു പെൺകുട്ടി ഡയറക്റ്റ് ഒരു പരാതി കൊടുക്കുകയാണ്. അത് മാത്രവുമല്ല, ഇവിടെ നിന്നൊക്കെ എന്താണ് കൊടുപ്പും തൊങ്ങലുമുള്ള വീഡിയോയും ഇറക്കുകയാണ്. ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ വീഡിയോ ഇറക്കിയിട്ട് ഒരു പരാതി കൊടുത്ത് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തൊരു കേസ് 13 ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളിന്, പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ഒരാളാണ്, അയാൾ പ്രതിയല്ല, ആരോപിക്കപ്പെട്ട ഒരാളിനെ 13 ദിവസം കൊണ്ട് ഒരു റിമാൻഡിനകത്ത് ജാമ്യം കിട്ടിയ ചരിത്രമുണ്ട്. ഞങ്ങൾ ഈ സംഘടന ഇതിൽ ഇടപെടാതിരുന്നുവെങ്കിൽ ഒരു 50-60 ദിവസം സവാദ് എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ സവാദ് നമ്മുടെ കൂടെ പോലെ യഥാർത്ഥം പറഞ്ഞാൽ നല്ല രീതിയിൽ സഹകരിച്ചിട്ടില്ല ഇറങ്ങിയതിന് ശേഷം. കാര്യം പുള്ളിക്കാരുടെ പേടിയാണ്. കാരണം എന്താണ്? ഇന്നത്തെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. അവർ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവമാണ് അവരുടെ ഫാമിലി മൊത്തം. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കേസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ടും അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, നിലവിലൊരു ഇറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഈ പുറത്തിറങ്ങിയത്. അത് വളരെ കറക്റ്റാണ്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ നിന്ന് സംസാരിക്കുന്നത്, പിന്നെ അദ്ദേഹം ഓടുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് നിന്ന് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇവിടെ ആണുങ്ങളാരും ഇല്ലേ തല്ലാൻ ഇയാളെ എന്ന് പറഞ്ഞപ്പോൾ തല്ല് കിട്ടും എന്ന്. കാര്യം ഈ പെൺപിള്ളേരുടെ മുൻപിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി കുറേ പുരുഷന്മാരുണ്ടാവുമല്ലോ. അപ്പൊ അവർ തല്ലുമെന്ന് ഉറപ്പ് വന്നത് കൊണ്ടാണ് അദ്ദേഹം ഓടി പോലീസിന്റെ അടുത്തോട്ട് ഓടിപ്പോയത്. അല്ലാതെ അദ്ദേഹം വേറെ ഓടിപ്പോയതോ അല്ലെങ്കിൽ വേറൊരു വിഷയം നടന്നതല്ല. എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഈ
ബസ്സിൽ നിന്ന് അകത്ത് ഉള്ളിൽ നിന്നുള്ള സംസാരവും അത് കഴിഞ്ഞ് ഓടുന്നത് മാത്രം ഇടയ്ക്കുള്ളത് എന്ത് ചെയ്തു? അത് നമ്മൾ ഒരു ചോദ്യമല്ലേ. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് പുറലോകം വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടികളുടെ മുന്നിൽ ഷോ കാണിക്കാൻ അടി കൊടുക്കാനും മറ്റും ഇടപെടുന്ന ആണുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഈ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗമായി വരും. അതിനാണ് നമ്മൾ പാവാടകളെന്ന് പറയുന്നത്. പാവാടകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പാവാടകൾ സ്ത്രീകളെന്ന് പറയാൻ പാടില്ല. ഒരു വിഭാഗം ഫെമിനിസ്റ്റുകളാണ്. ഫെമിനിസ്റ്റുകളും പുരുഷ വിദ്വേഷം വെച്ചിട്ട് ഏത് സമയവും പുരുഷന്മാരുടെ കൂടെ എന്തിനും സഹചാര്യ എന്താ പറയാ അവരുടെ കൂടെ നടക്കുന്ന ടീമുകളാണ്. അവരെയാണ് നമ്മൾ തള്ളി വിട്ടിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളൊന്നും നല്ല സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് ഇന്ന് സമൂഹത്തിൽ. എന്നെ പിന്തുണയ്ക്കുന്ന, എന്നെ വിളിച്ച് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വരെ തയ്യാറെന്ന് പറയുന്നവരുണ്ട്. പ്രിയാഷൈൻ നമ്മുടെ ഒരു മെമ്പറാണ്, മനസ്സിലായി, ഡയറക്ടറും ഫിലിം ഫീൽഡിലുള്ളവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ നമുക്കുണ്ട്. പാവാടകൾ നമ്മൾ ഉൾക്കൊള്ളുന്നുമില്ല, അവരെ നമ്മൾ തള്ളിക്കളയും. നിങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ രണ്ട് കൂട്ടരാണ്. ഒന്ന് പവാടകളായ ആണുങ്ങളും ഫെമിനിസ്റ്റുകളായ പെണ്ണുങ്ങളും. ഫെമിനിസ്റ്റുകളെക്കാൾ വിഷമാണ് ഈ പാവാട. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും ഓൾ കേരള മെൻസ് അസോസിയേഷൻ മൈൻഡ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. പക്ഷെ അവർ തിരിച്ച് നിങ്ങൾ പറയുന്നത് വേറെ പല വാക്കുകളാണ്. പക്ഷെ ഒരു കാര്യം ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ഈ ഫെമിനിസ്റ്റുകൾ ഇപ്പൊ വലുതായിട്ടൊന്നും അങ്ങനെ വരുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് ഏറ്റവും വലിയ മൂത്ത ഫെമിനിസ്റ്റുകളിൽപ്പെട്ട ഒരാളാണല്ലോ നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡബിങ്. അത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ ഇരിക്കുന്ന കണ്ടിട്ട് പുള്ളി ആ റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടില്ല, ഇറങ്ങിപ്പോയി. പേടിച്ചിട്ടല്ല, ചിലപ്പോൾ ഞാൻ അടി കൊടുക്കുന്നു പേടിച്ചിട്ടായി. അത് ഇവര് BJP നായരൊക്കെ തല്ലിയ ടീമുകളാണ്. ഇവർ എന്ത് പോക്കത്തരം? അതിന് നിയമം കയ്യിലെടുക്കാൻ അവർക്ക് എന്താ അധികാരമായിരിക്കും? അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാമല്ലോ. പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മി ഒരു കംപ്ലൈന്റ് കൊടുത്തതിന് കമ്മീഷൻ ഓഫീസിന്റെ അടുത്തൊക്കെയാണല്ലോ ഒരു താമസിക്കുന്നത്. ഒരു കമ്മീഷണർക്ക് പരാതിയും കൊടുത്തിട്ട് ഏത് മീഡിയ വിളിച്ചാൽ വരാത്ത ഭാഗ്യലക്ഷ്മി അടിച്ചതാണോ തെറ്റ്, അയാൾ പറഞ്ഞതാണോ അടിച്ചതാണ് തെറ്റ്? തെറ്റില്ല. എന്ത് തെറ്റിരിക്കുന്ന? ഇവരൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ തല്ലാൻ പോയ അറക്കലുണ്ടല്ലോ, ശ്രീലക്ഷ്മി അറക്കൽ, സോഷ്യൽ മീഡിയ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് എന്താ അവൾക്ക് അവളെ തല്ലി കൊല്ലേണ്ട സമയം കഴിഞ്ഞു. മറ്റൊരാളെ കുറിച്ചല്ല പറയുന്നത്, ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് അവരുടെ കഥകളാണ് പറയുന്നത്. അല്ലല്ല, മറ്റുള്ളവരുടെ കാര്യം. പിന്നെ ആരാ പറഞ്ഞ എത്ര പുരുഷന്മാർക്കെതിരെ അവരുടെ പേര് വരെ പറഞ്ഞല്ലേ പറയുന്നത്. പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കെതിരെ എന്റെ പേര് പറഞ്ഞത് വരെ പറഞ്ഞിട്ടില്ല. ഇത് കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു പറയട്ടെ, പറഞ്ഞ കുറെ ടീമിന് ഞാൻ ശക്തമായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ വളരെ മോശം വാക്കുകൾ പറയുന്ന ശ്രീലക്ഷ്മിയും ദിയാസനയും ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി അങ്ങനെ തെറിയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. യഥാർത്ഥം പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഞാൻ ശത്രു പക്ഷത്താണ് എല്ലാവരും കാണുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വർഷങ്ങൾക്ക് മുൻപേ ഇവരുടെ ചരിത്രങ്ങൾ നോക്കുകയും വായിക്കുകയും ഇവരുടെ ഇന്റർവ്യൂകൾ കാണുകയും കൈരളി ചാനലിലെ JB ജംഗ്ഷനിലെ ജോൺ മിട്ടാസാറുമായിട്ടുള്ള ഇന്റർവ്യൂ കാണും. ഇങ്ങനെ പലതും കണ്ടിട്ട് അവരോട് ആരാധന തോന്നി, സ്നേഹം തോന്നി, ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ഈ BJP നായരുടെ ഈ പ്രശ്നത്തോട് കൂടിയിട്ടാണ് ഇവരുടെ ഒരു രാക്ഷസി മുഖം ഈ സമൂഹം മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ കുത്തിയിരുന്ന നവമാധ്യമങ്ങളിലുള്ള ഒരാളെ കുറിച്ച് പക്ക പോക്കൃത്തരം, എന്റെ ഭാഷയിൽ പറഞ്ഞ തന്തയില്ലായ്മ പറയുന്നു, വേറെ അടി കൊടുക്കുകയല്ല, പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, അജിത്തേട്ടന്റെ വീട്ടിലുള്ള ഒരാളെ കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എന്നാൽ പോലും സുഹൃത്തിനെ അദ്ദേഹം ആരെ കുറിച്ചാണ് പറഞ്ഞത്? സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞാലോ? സുഹൃത്തുക്കളെ പറ്റിയല്ല അദ്ദേഹം പറഞ്ഞത്. സമൂഹത്തിൽ ഇതുപോലുള്ള ഇവരുടെ മൂത്ത ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ഫെമിനിസത്തെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഫെമിനിസ്റ്റുകളെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് തെറ്റ്? കാരണം അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ മോശമാണ്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീലക്ഷ്മി അറക്കലിന് ആ പഠിച്ചവിട്ടെന്ന യോഗ്യതയല്ലോ. അത് പോട്ടെ, അത് ഓക്കെ. ആ ശ്രീലക്ഷ്മി അറക്കലിനോട് ചോദിക്കേണ്ട ധൈര്യമുള്ളവർ പോയി ചോദിക്കട്ടെ. ഇവരാദ്യം അത് ക്ലിയർ ചെയ്യണമായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നാട്ടിലെ കാര്യത്തിൽ ഇറങ്ങാൻ പാടില്ല. ഞാൻ ആദ്യം എന്റെ പ്രശ്നങ്ങളാണ് പരിഹരിച്ചത്. എനിക്കിതുപോലുള്ള ഫാമിലി ഇഷ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ശക്തമായിട്ട് അവിടെ നേരിട്ട് വിജയിച്ചതിന് ശേഷമാണ്. ഞാനൊരു പരാജയമാണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇപ്പോ യഥാർത്ഥം പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ ഫാമിലി കോർട്ടിൽ പോയി നോക്കിയാൽ അറിയാം, ബന്ധം വേർപെടുത്തി പോകുന്നത് എല്ലാവർക്കും വിഷമകരമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കത് താല്പര്യമുള്ള ഒരു സംഭവമാണ്. ബന്ധം വേർപെടുത്തുന്നു, അടുത്ത ഒരാളിനെ തേടിപ്പോകുന്നു. പക്ഷേ ഇല്ല, അടച്ചല്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബന്ധം വേർപെടുത്തിയവരിൽ ആർക്കാണ് വേറൊരു ബന്ധം ഇല്ലാത്തത്? പുരുഷന്മാർ ഇന്നും എന്നെ പോലുള്ളവർ വേറൊരു ബന്ധത്തിൽ സ്ഥാപിക്കാൻ പറ്റാതെ നടക്കുന്നുണ്ട്.
കിട്ടാതിട്ടാണ് ഇഷ്ടം മാതിരി കിട്ടും. അത് എത്ര ദിവസത്തേക്കെന്നുള്ളൊരു ചോദ്യം വരും. ഈ സ്ത്രീകളെ പോലെ 3 ദിവസം ഒരാള്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരാള്, അടുത്ത ദിവസം വേറെ ആള്, ഇങ്ങനെ ഞങ്ങളെ പുരുഷന്മാർ, ഈ ഭാഗം പുരുഷന്മാരെ കൊണ്ട് പറ്റില്ല. കാര്യം ഞങ്ങളൊക്കെ സ്വന്തം കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് എപ്പോഴും അന്യന്റെ കിണറ്റിലെ വെള്ളം, അല്ലെങ്കിൽ പുഴയിൽ അല്ലെങ്കിൽ തോട്ടിൽ കൂടി ഒഴുകുന്ന വേസ്റ്റ് കുടിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നവരാണ് ഈ സ്ത്രീകൾ ഭൂരിഭാഗം. ഡിവോഴ്സ് ചെയ്യുന്ന ഫാമിലി, ഒരു കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കട്ടെ. രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കും, പരസ്പരം ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാനസികമായി അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത് പിരിഞ്ഞു പോകുന്നതല്ലേ നല്ലത്? അപ്പോൾ ഇത് വളരെ കറക്റ്റാണ്. പക്ഷേ ഈ പിരിഞ്ഞു പോകുന്ന അവരുടെ ഫാമിലി എന്ന് വെച്ചാൽ ഈ ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അവിടെയാണ് പ്രശ്നം. കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഏത് തമ്മിലില്ല. നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്ന ഭർത്താവ്, കൂടുതലും പ്രവാസികൾക്കാണ് പണി കിട്ടുന്നത്. ഇപ്പോൾ രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്ക്, ഇവരൊന്നും വീട്ടിലില്ലാത്തവരാണ്. ഇവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പാടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഭാര്യമാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. 2 വർഷവും 3 വർഷവും പട്ടാളക്കാരുടെ കേസ് വിടാതെ 6 മാസം കൊണ്ട് ലീവിൽ വരുന്നവരാണ്. ഗൾഫിലൊക്കെ കിടക്കുന്ന 2 വർഷവും 3 വർഷവും കൂടുമ്പോഴാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞു വരുന്ന ഒരു അവിഹിത ബന്ധത്തിന്റെ കഥയിലേക്കാണല്ലോ അജിതേട്ടൻ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്ത്രീകൾക്ക്, ചില സ്ത്രീകൾക്കെങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഫിസിക്കൽ നീഡ്സ് ഉണ്ട്. അവർക്ക് അങ്ങനെ അവരുടെ ശരീരം അത് ആവശ്യപ്പെടും. മനസ്സാവശ്യപ്പെട്ടില്ല, ശരീരം അത് ആവശ്യപ്പെടും. അപ്പൊ പുരുഷന് ഇതിൽ ആവശ്യമില്ല, പുരുഷന് ചെയ്യുന്നില്ല എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഭൂരിഭാഗം പേരും ചെയ്യുന്നില്ല. എത്രയോ വർഷമായി, എത്രയോ വർഷങ്ങളായി വേറൊരു പെണ്ണുമായിട്ടൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവർക്ക് അതല്ല ലക്ഷ്യം. അവർക്ക് നാട്ടിൽ കിടക്കുന്ന ഭാര്യയും മക്കളും സുഭിക്ഷമായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തത്. മണ്ടന്മാരാണ്. വട്ടിയൂർക്കാവ് അജിത് കുമാർ ഭാര്യയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? ആത്മാർത്ഥമായിട്ട് പറയാനില്ല. അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ശക്തമായിട്ട് പുറത്തോട്ട് വരാം. കാരണം എത്ര വർഷമായി ഡിവോഴ്സ് ആയിട്ട്? ഡിവോഴ്സായിട്ട് ഏകദേശം 10 വർഷത്തിൽ കൂടുതലുണ്ടാവും. ഇല്ല എന്നല്ല, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ ഡിവോഴ്സ് പറയാം, കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സ് ആയതിനു ശേഷം ഞാനൊരു പെൺകുട്ടിയുമായിട്ട് പിന്നീട് പ്രണയത്തിലായിരുന്നു. പക്ഷെ അവളും ഡിവോഴ്സ് ആയിരുന്നു. അത് ഏകദേശം ഒരു 5 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ അത് പിരിഞ്ഞിട്ട് 2017 പിരിയാണ്. അതേക്കുറിച്ച് പറയാം. അപ്പോൾ ആ ബന്ധം തീർച്ചയായിട്ടും അവൾ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവളുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ കുറച്ച് പ്രശ്നക്കാരനായിരുന്നു, മദ്യപാനം മറ്റു. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു വന്നു നല്ല രീതിയിൽ കുടുംബം പുലർത്താൻ തയ്യാറായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷമില്ല, നമുക്ക് പിരിയാം. കാരണം ഒരു കുടുംബജീവിതം തകർക്കുന്നതിനോട് ഞാനില്ല. ശരി. 2017 അങ്ങനെ ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ട് പിരിച്ചു. ഈ 5 വർഷത്തിനിടയിൽ നിങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. ഉണ്ട്. അപ്പൊ അവള് തെറ്റുകാരിയല്ലേ? അതങ്ങനെയാണ്. അവൾ പിരിഞ്ഞു നിൽക്കുകയല്ലേ, ഞാനും പിരിഞ്ഞു നിൽക്കുകയല്ലേ. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരുപക്ഷെ ഇപ്പം എനിക്കറിയാം, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒരിക്കലും ഇനി ചേരില്ല. അവൾക്കും ആ രീതിയിൽ തന്നെയായിരുന്നു. ഒരിക്കലും പുള്ളിക്കാരൻ തിരിച്ചു വരില്ല. പുള്ളിക്കാരൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ അതും പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു. ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി ഈ പറയുന്നത് ശരി തന്നെയോ. ഞാൻ അന്വേഷിച്ചപ്പം നാട്ടുകാർ പോലും അദ്ദേഹത്തെ പറ്റി നല്ലൊരു വാക്ക് പറയുന്നില്ല. പിന്നെ ഞാൻ പല രീതിയിൽ 2017 മുതൽ 2024 വരെ വേറൊരു പെണ്ണുമായി ബന്ധം ഉണ്ടായിട്ടില്ല. ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും പെണ്ണുങ്ങളെ ഇന്റർവ്യൂ കാണുമെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ രംഗത്ത് വരണം. തീർച്ചയായിട്ടും വന്നോട്ടെ. 2017 ആണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ സംഘടന അതുവരെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാതെ സമരങ്ങൾ നടത്തുക മറ്റുള്ളത്. അപ്പോൾ 2017 രജിസ്റ്റർ ചെയ്യുന്നു. ആ വർഷമാണ് ഈ പെൺകുട്ടിയുമായിട്ട് ഞങ്ങൾ സൗഹൃദത്തിൽ പിരിഞ്ഞതിന് ശേഷം ഇന്നേ വരെ 2 തേപ്പ് കിട്ടിയപ്പോഴാണ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരു സംഘടന തുടങ്ങണമെന്ന് തോന്നിയത്. അല്ലല്ല, ആ തേപ്പ് ഇവിടെ രണ്ടാമത്തെ അവള് തേപ്പെന്ന് ഒരിക്കലും പറയരുത്. ഒരിക്കലും അവളെ എന്നെ തേച്ചിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ പോയി. ഇല്ല, പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ഇങ്ങനെ വരുന്നുണ്ട് ചേട്ടാ, എന്താണ് അടുത്ത ചേട്ടൻ എന്താ പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളി കറക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഞാനും ഒന്ന് അന്വേഷിച്ചു. സങ്കടം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. എത്ര നാളിങ്ങനെ താടിമുടിയൊക്കെ വളർത്തിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് എത്ര സന്തോഷമായാലും 5 വർഷം ഉള്ളിനകത്ത് വിഷമമുണ്ടാവും. അതുണ്ടായിരുന്നു. അത് വർഷങ്ങളോളം. പിന്നീട് ഞാൻ കുറച്ച് മദ്യപിക്കുന്ന നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ വിഷമം മാറുന്നത് വരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസം അടിച്ചിങ്ങനെ പോയിട്ട് പിന്നെ ഏത് സമയം അവളെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. അവളെ വിളിക്കാം, സംസാരിക്കാം. പക്ഷെ ഞാനാണ് വാട്സപ്പ് വരെ ഞാനാണ് ബ്ലോക്ക് ചെയ്തത്. പക്ഷെ ഞാൻ ബ്ലോക്ക് ചെയ്തതെന്നുള്ളത് പോലും ഞാൻ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ പുള്ളിക്കാരി എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ പുള്ളിക്കാരിയോട്ട് തന്നെ കാര്യം എനിക്ക് മറക്കണം, നമുക്ക് പൂർണ്ണമായിട്ട് മറക്കണം എന്നുള്ള കാര്യം. ഞാൻ ഒരിക്കലും അവരുടെ ഒരു കുടുംബജീവിതം തകർക്കാൻ പാടില്ല. വീണ്ടും വിളിച്ചാലും പെൺകുട്ടി അവള് പിന്നീട് വിളിക്കുമായിരുന്നു സൗഹൃദം, നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. 2017 മുതൽ 2024 വരെ താങ്കൾക്ക് യാതൊരുവിധമായ ഫിസിക്കൽ റിലേഷൻ ആരുമായിട്ടില്ല? സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത്. ഒരുമാതിരി എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം എങ്ങനെ പറ്റുന്നു എങ്ങനെ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക, ഒരു നമ്മളെ ഈ ബ്രഹ്മചര്യം എന്ത് പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ തുറന്ന് ഓപ്പണായിട്ട് പറയുകയാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. കാര്യം ഒരു പേര് ദോഷം ഉണ്ടാക്കാൻ സംഘടനയ്ക്കും ഉണ്ടാക്കാൻ പാടില്ല, എനിക്കും ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സംഘടനയിൽ നിന്ന് ഇവിടെ ഞാൻ നമ്മുടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 വർഷം മാത്രമേ ഇനി സംഘടനയിൽ നിൽക്കത്തുള്ളൂ, പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞ് എനിക്ക് വെടിവെക്കാൻ പോകണോ? വെടിയല്ല, ഞാൻ ചിലപ്പോ വേറൊരു വിവാഹം കഴിക്കണമെന്നുണ്ട്. അങ്ങനെ പല പ്രസിഡന്റ് വിവാഹം കഴിച്ചുകൂടാന്ന് പോയവരുണ്ടോ? അങ്ങനെയല്ല, അടുത്ത് വീണ്ടും തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് വീണ്ടും പോയി കുഴിച്ചാടിയെന്ന് പറയില്ലേ. മുൻവിധിയോടുകൂടി ഒരു ബന്ധത്തേക്ക് നമ്മൾ തമാശയൊക്കെ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിലെ പെൺകുട്ടികൾ അങ്ങനെയാണ്. കാരണം ഇന്ന് നമുക്ക് ഏതൊരു ഇന്നത്തെ ഇനിയുള്ള തലമുറ യഥാർത്ഥം പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. ഈ പെൺകുട്ടികൾ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ തലക്കൊരു ആൺകുട്ടി ഉണ്ടാകില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം എടുക്കുക. ആ നിൽക്കുന്ന ക്യാമറമാൻ, ആ ക്യാമറമാൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർക്ക് വേറൊരു ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ഈ പെണ്ണിനെ മാത്രം അങ്ങനെ പഠിക്കാൻ പറ്റും? ഇങ്ങനെ തലക്ക് വേറെ ചെറുക്കം നിൽക്കല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ നെയ്യാറ്റിങ്കര, ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കരയിൽ ഈ കാലഘട്ടത്തിലുള്ള ഈ 2 ക്യാമറാമാൻ ഇതേ പ്രായത്തിലുള്ള 23 വയസ്സായ ഒരു യുവാവാണ് ഇപ്പോ ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ട്, ആ പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചു. അവളുടെ ആ റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു, ഇവർ നമ്മൾ സംസാരിച്ചത്. ഈ റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നത് ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവന് വേറൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എങ്കിൽ ഇവൻ ഈ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവന് ഏറ്റവും കൂടുതൽ അവൾക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു, അവൾക്ക് പല ബന്ധമുണ്ട്. ഇവനത് അറിയുന്നില്ല, ഇന്നത്തെ ഈ യുവതലമുറ അറിയുന്നില്ല. ഇവൻ ഈ ഒരു പെൺകുട്ടിയാണ്, ഇവിടെ തന്നെ ഏറ്റവും വലിയ 5 ലക്ഷത്തോളം രൂപയാണ് പല ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തതും കാശായിട്ടും ഒക്കെ ഈ പെൺകുട്ടി ചതിച്ചത്. ഇപ്പം നിലവിൽ ഒരു ബന്ധമുള്ള ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും, ആ പെൺകുട്ടി ഇവനെ കളഞ്ഞിട്ട് വേറൊരാളെ തേടണമെങ്കിൽ ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാകണ്ടേ? അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകണ്ടേ? ആ ചോദ്യം അവൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ആ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ആ വിഷയം വെച്ചിട്ടല്ല സംസാരിക്കുന്നത്, കോമൺലി സംസാരിക്കുന്നത്. മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് അനാവശ്യം പറയുന്നുണ്ട്, എനിക്ക് താല്പര്യം, ആ വിഷയം ഞാൻ സംസാരിക്കുന്നത് കോമൺലി ചോദിക്കുകയാണ്. ഇപ്പം ഉദാഹരണത്തിന് ആ ക്യാമറമാൻ തന്നെ, അവന്റെ കാമുകിക്ക് വേറൊരാൾ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റാഞ്ഞിട്ടായിരിക്കും. അവന്റെ കുറവുകൾ കണ്ടിട്ട് സ്നേഹിക്കാൻ പാടുള്ളൂ. പക്ഷെ അവള് വളരെ മനസ്സോടുകൂടി ഈ 2 പേരെയും ഒരുപോലെ കൊണ്ടുപോകുന്നതാണെങ്കിൽ എന്താ തെറ്റ്? നമ്മുടെ സംസ്കാരം അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യത്വം അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോ രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു അടുപ്പം, ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അതിൽ ചതിവോ വഞ്ചനയോ പാടില്ല. കാരണം അല്ലെങ്കിൽ ആദ്യമേ പറയണം, ഞാൻ പറഞ്ഞോളാം, എനിക്ക് വേറെയും ബന്ധമുണ്ട്. എനിക്കൊരു പെൺകുട്ടിയെ ചതിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് തന്നെ എൻ്റെ അടുത്ത് എത്രയോ സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്, എത്രയോ പെൺകുട്ടികൾ വിളിച്ചിട്ട് എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോ എന്നെ കൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അല്ല, അത് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ രീതി. ഞാൻ ചോദിക്കുന്നത്, ഈ 2024 സ്വാഭാവികമായും ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനോട് ആത്മാർത്ഥമായ പ്രണയമാണ്, അവളുടെ ഫിസിക്കൽ നീഡ്സ് നടത്തി കൊടുക്കുവാൻ അവനെ കൊണ്ട് അവന്റെ ചില കുറവുകൾ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അവനെ സങ്കടപ്പെടുത്തുവാൻ അവൾക്ക് തയ്യാറുമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് മറ്റാരെങ്കിലുമായ ഒരു ബന്ധമുണ്ടായാൽ അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി പോയ കാര്യം ഞാൻ പറഞ്ഞു, അവൾ എങ്ങനെയാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഞാനത് കേട്ടപ്പോ തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരാളാണ് ഈ കാമുകനെങ്കിൽ അവർക്ക് വേറെന്താ ചെയ്യാൻ പറ്റും? സഹിക്കണം. ഇത്രയും വർഷം എന്തിനാ ആ ബന്ധം തുടർന്നു? ബന്ധം തുടർന്നുകൊണ്ടല്ല, ബന്ധം മുന്നോട്ട് പോകുമ്പോഴാണ് അത് ഒട്ടും അവർക്ക് അതിനകത്തൊരു എൻജോയ്മെന്റോ പ്രശ്നമോ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവളെ സഹിക്കണോ ജീവിതകാലം മൊത്തം ഇവനെ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്നത്. സംഭവം പുള്ളിക്കാരി അപ്പൊ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ സ്വാഭാവികമായിട്ട് തോന്നും. അതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് ചോറ് കഴിക്കണം, ചപ്പാത്തി കഴിക്കണമെന്ന് തോന്നുമ്പോഴാണ്. അങ്ങനെ തോന്നലുകൾ വന്നാൽ കഴിക്കുന്നതിൽ എന്താ തെറ്റെന്നാണ് എന്റെ ചോദ്യം. എന്നാ പിന്നെ എന്തിനാ ഇയാളെ ഇത്രയും മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇതൊക്കുന്നില്ലെങ്കിൽ അവൻ കളഞ്ഞിട്ടൊക്കെ പോണത് എന്തിനാ വിഷമിച്ച് പാട്ടും പാടി നടക്കുന്നത്? അത് പുരുഷനെ കൊണ്ട് പറ്റില്ല. പറ്റില്ല.
അവിടെയാണ് നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ എന്റെ പൊന്ന് ചേട്ടാ വഴി കൂടെ പോകുന്ന പെണ്ണിനെ വിളിച്ചോണ്ട് പോയിട്ട് മറ്റേ ചീനിപ്പണയിൽ ഇട്ടിട്ട് ബന്ധത്തിൽ ഏർപ്പെടുത്തി ഗർഭിണിയാക്കിയിട്ട് പോകുന്ന ആണുങ്ങൾ ഉണ്ടായിരുന്ന ഈ നാട്ടിൽ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടത് പറ്റുന്നില്ല എന്നുള്ളതാ ചോദ്യം. പണ്ട് കാലത്തും ഇന്നത്തെ കാലത്തും പണ്ട് കാലത്തും സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരികളായിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും സ്ത്രീകളെ തേജോവധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരും അവരുടെ തെറ്റുകൾ കണ്ടാലും അതിനെ വെള്ളപൂശി വെളുപ്പിക്കാനാണ് ആരും നോക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഫാമിലിയിൽപ്പെട്ട പലരെയും കുറ്റം പറഞ്ഞ ആളാണ് ഞാൻ. പിന്നീട് എൻ്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഇതൊക്കെ അന്ന് പറഞ്ഞത് മൊത്തം നമ്മൾ കേട്ടത് മൊത്തം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ആ ഒരു പശ്ചാത്താപം ഇന്നുമുണ്ട്. എൻ്റെ ഫാമിലിയിൽപ്പെട്ട എൻ്റെ ഒരു അമ്മാവനെ പറ്റി അമ്മാവിയാർ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ. അദ്ദേഹം യഥാർത്ഥം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഈ സംസ്കാരത്തെ പറ്റി ആചാരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങി. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ പുരാണങ്ങൾ എടുത്താൽ 5 പുരുഷന്മാർക്ക് ഒരു ഭാര്യ, പാഞ്ചാലി, ശരിയാണോ? കുന്തിക്ക് വരം ലഭിക്കുന്നു, ഇഷ്ടപ്പെട്ട ആരിൽ നിന്നും ഗർഭം ധരിക്കാം. സൂര്യനിൽ നിന്ന്, ചന്ദ്രനിൽ നിന്ന്, വായുവിൽ നിന്ന് ഗർഭം ധരിക്കുന്നു. നമ്മുടെ സംസ്കാരം ഇതൊക്കെയല്ലേ പറഞ്ഞു വന്നേക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് എത്ര ബന്ധം വേണമെങ്കിലും ആകാം. ഐതിഹ്യമുള്ളതല്ല, നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന പുരാണങ്ങളാണ്. പിന്നെ ഈ രാമജന്മഭൂമി പണിഞ്ഞു വെച്ചിട്ട് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സിംഹത്തിന് സീതയെന്നും അക്ബറെന്നും പേരിട്ടതിന് പ്രശ്നം ഉണ്ടാക്കുന്ന നാട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത്. കോമഡി ഇത് കോമഡി അല്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? ഇല്ല. സത്യം പറ. ഇല്ല. പോകാറില്ല. വിശ്വാസമുണ്ടോ? ഇല്ല. വിശ്വാസമില്ല. ഒന്നുമില്ല. നേരത്തെ സംസ്കാരത്തെ പറ്റി സംസാരിച്ചു. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ സംസ്കാരങ്ങളെല്ലാം ഭക്തിയുമായും ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനിപ്പോ ഞായറാഴ്ച ആറ്റുകാൽ പൊങ്കാലിടാൻ പോവുകയാണ്. അവിടെ സ്ത്രീകളുടെ അമ്പലമാണ്, സ്ത്രീകളുടെ ശബരിമലയാണല്ലോ. അവിടെ ഞങ്ങള് അമ്പലം ഇത് കഴിഞ്ഞ വർഷം മുതൽ പൊങ്കാലിടുന്നു. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. ഇല്ല, പ്രശ്നമല്ല. ഇത് യഥാർത്ഥം പറഞ്ഞാല് പണ്ട് കാലത്ത് പുരുഷന്മാരാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. ഈ സ്ത്രീകൾക്ക് വഴിമാറി കൊടുത്തതാണ് നമ്മള്. അപ്പൊ അങ്ങനെ ശബരിമലയിലെ സ്ത്രീകൾ കയറുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അപ്പൊ അതിന്റെ ഒരു പകരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരളം എന്താ അഭിപ്രായം? ശബരിമലയിൽ സ്ത്രീകൾ എവിടെ കയറിയിട്ടുണ്ടെങ്കിലും അവിടെ ദോഷം സംഭവിച്ചു. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ പിന്നെ എന്തിനാ ഈ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാല് പോയിട്ട് ആണുങ്ങൾ പൊകാലിടുന്നത്? ആറ്റുകാല് പുരുഷന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പണ്ട് കാലത്ത്, ആദ്യകാലത്ത് ഞാൻ അതിനെ കുറിച്ച് വികാര കേന്ദ്രങ്ങളായിരുന്നു ശബരിമല. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. സ്ത്രീകളാണ് ശാസ്താക്ഷേത്രം വരുന്നത് അവിടെ. പിന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പ്രായപരിധി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ കയറരുതെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ ശരീരഘടന എന്ന് മാറുന്നു അന്ന് പോലെ അവർക്ക് കയറാം. കുഞ്ഞുനാളിലും അശുദ്ധം എന്നാണ് ഒരു എങ്ങനെയാണ് അശുദ്ധമാവുന്നത്? അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത്, അതുകൊണ്ട് ഞാൻ ചോദിക്കും. അല്ല വേണ്ട, ചോദിച്ചല്ല. എന്റെ വേറൊരാളുടെ കാര്യം എനിക്ക് പറയാൻ വന്നത്. അപ്പൊ പുള്ളിക്ക് അത് മാനസികമായിട്ട് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട. ഇല്ല, അയാളുടെ പേര് പറയണ്ട, ചോദിച്ചു. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയും, പുള്ളിക്കാരനാണെന്നുള്ളത് അറിയും. പക്ഷെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അറിയത്തില്ലല്ലോ. അല്ല, അറിയുന്ന ഒരാളാണ്. നമ്മുടെ കേരളം മൊത്തം അറിയുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ഞാനത് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകളുടെ മെൻസസ് അശുദ്ധമാണെങ്കിൽ ആണുങ്ങളുടെ എന്താണ് അശുദ്ധമായിട്ടുള്ളത്? ആണുങ്ങളുടെ അശുദ്ധമായിട്ടില്ല. അതുകൊണ്ടല്ലേ ആണുങ്ങൾക്ക് എവിടെയും പോവാം. അതിന്റെ മനസ്സ് എപ്പോഴും ശുദ്ധമാണ്. അത് ഈ പറഞ്ഞ പാവാടകളുടെയും അപൂർവം ചിലരുടെ മാത്രമേ മനസ്സ് കളങ്കമുള്ളൂ. ബാക്കി എല്ലാവരും ശുദ്ധമായിട്ടുള്ള മനസ്സും ശുദ്ധമായിട്ട് ചിന്തിക്കുന്നവരുമാണ്. അതെ അതെ അല്ലേ? നാട്ടുകാരെ വെടിവെച്ച് കൊല്ലുന്നവനും ബോംബിട്ട് കൊല്ലുന്നവനും പീഡിപ്പിച്ചു കൊല്ലുന്നവനെയൊക്കെ നമുക്ക് അവന്റെയൊക്കെ മനസ്സ് ശുദ്ധമാണ്. എല്ലാ മേഖലയിലും ചെറിയ ക്രിമിനലുകൾ ഉണ്ടാവും. എന്തുകൊണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയെ ഇവിടെ ഷൊർണൂര് ഒരു പെൺകുട്ടിയെ 2 കേസുണ്ട് ഇപ്പോൾ. ഒന്ന്, ഒരു പെൺകുട്ടിയെ ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കത്തിച്ചു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ലോകത്തിനറിയാം. എന്തായിരുന്നു? സ്വന്തം കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നില്ല. സ്വന്തം കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവൾ കോടതിയിൽ ഇയാളെ പീഡിപ്പിക്കാൻ വേണ്ടി ചെന്നു, ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ചെന്നു എന്ന് പറഞ്ഞിട്ട് കോർട്ട് ഓർഡർ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത സമനില തെറ്റിച്ചതാരാണ്? ഈ പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അവള് പെട്രോളിന് ഇരയായതിന്റെ കാരണം. ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചെയ്തു പോകും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചെയ്തു പോകും, ചെയ്യും. കാര്യം ഞാനൊക്കെ ചെയ്യുമായിരുന്നു. കാര്യം അത്രത്തോളം മനസ്സിൽ ഉറച്ച മനസ്സുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചെയ്തു പോകും. അത് തന്നെയാണ് അവിടെ നടന്നത്. ഇന്ന് കൊലപാതകങ്ങൾ, ഈ സ്ത്രീകളെ കൊലപാതകം ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള തക്കതായ കാരണമുണ്ട്. പിന്നെ ചില മണ്ടന്മാരാണ് സ്വയം മരിക്കുന്നത്. അങ്ങനെ മരിക്കരുത്. ഞാൻ പറയുന്നത്, നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തകർക്കണമെന്ന് തിരിച്ചു ചെയ്യണം.
താങ്കളും നേരത്തെ പറഞ്ഞതൊക്കെ താങ്കളുടെ പ്രണയം പരസ്പര സമ്മതത്തോടെ പോയെങ്കിലും കുറെ നാൾ വിഷമം ഉണ്ടായിരുന്നു, മദ്യപിക്കുമായിരുന്നു, ആ വിഷമത്തിൽ ഞാൻ നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ മാനസികത പല രീതിയിലാണ്. അങ്ങനെ ഒരു നിമിഷം ഇത് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിയാണ്, അവരെ കുറ്റം പറയാൻ പറ്റും. മരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് സുഖമായാലും ദുഃഖമായാലും നമ്മൾ ജീവിച്ചു തീർക്കണം. കാരണം ഒരു പെണ്ണല്ല ജീവിതം. ആ പെണ്ണ്, ഇത് എല്ലാവരും നമ്മൾ ഓരോ പുരുഷന്മാർ കേൾക്കേണ്ടതാണ്. ഒരു പെണ്ണല്ല ജീവിതം. തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പെണ്ണാണ് നമ്മുടെ ലോകം. കാരണം സുസ്മിത സെന്നും ഐശ്വര്യ റോയ് എല്ലാം അവളാണ്. ഈ അവളെ കണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാൽ അവളെ മനസ്സിൽ കാണുന്നു, കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെയും മനസ്സിൽ കാണുന്നു. പക്ഷേ ഇത് മനസ്സിൽ കൊണ്ടു നടക്കരുത്. അവൾ നിങ്ങളെ തേച്ചാൽ, അവൾ നിങ്ങളെ ദ്രോഹിച്ചാൽ നിങ്ങൾ തിരിച്ച് അതേപടി നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. എത്ര പേരെ കൊണ്ട് പറ്റും? ചുരുക്കമാണ്, പുരുഷന്മാരെ കൊണ്ട് പറ്റില്ല. കാര്യം ലോല ഹൃദയരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ താങ്കളുടെ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു, കുറെ കാലം സ്നേഹിക്കുന്നു. ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇത് മറക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് മാറിയെന്നല്ല, മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും മാറി നിൽക്കാൻ അവർക്ക് പറ്റും. പക്ഷെ ഇവന് പക്ഷെ അതിൽ നിന്ന് വിമുക്തരായി വരാൻ കുറേ സമയമെടുക്കും, കുറെ സ്ട്രഗിൾ ചെയ്യും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവൻ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടിയെ അവൻ ഐശ്വര്യ റായും സുസ്മിത സെന്നും ഇവിടുത്തെ ഏറ്റവും വലിയ സുന്ദരിയായിട്ടാണ് കാണുന്നത്. അവിടെയാണ് പ്രശ്നം. എന്നാൽ ഈ പെണ്ണെന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല. അവൾ ഇവനേക്കാളും മോശമായിട്ടുള്ള പുരുഷനുമായിട്ട് പയ്യനുമായിട്ട് അവൾ ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കും. അതവൻ അറിയുന്നില്ല. അതാണ് കാര്യം. ഇപ്പം ഞാൻ ഈ ഭർത്താക്കന്മാർ ഇന്ന് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ കുടുംബജീവിതം പുലർത്തുന്നവർ, അവരുടെ ധാരണ യഥാർത്ഥം പറഞ്ഞില്ല, എൻ്റെ ഭാര്യ എന്നെ ഭയങ്കരമായിട്ട് എന്നിൽ വിശ്വസിച്ച് എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊരു ധാരണ ഈ പുരുഷന്മാർക്ക് ഭൂരിഭാഗം പേർക്കുണ്ട്, ഭർത്താക്കന്മാർക്ക്. എന്നാൽ അവരറിയുന്നില്ല, അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്, ദ്രോഹിക്കുന്നത് ഇവരറിയുന്നില്ല. എല്ലാ ഭർത്താക്കന്മാരും സംശയത്തിന്റെ മണിയോടുകൂടി ഭാര്യമാരെ നോക്കണമെന്നാണോ? ഈ സംശയം എന്ന് പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കുന്നില്ലല്ലോ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തന്നെ പറയുന്നത് സംശയത്തിന്റെ പേരിൽ കൊന്നു. യഥാർത്ഥ സംശയമല്ല, അവൻ ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ടായിരിക്കും. അവൻ അത്രയും വിശ്വസിച്ചിരുന്ന ഒരു പെണ്ണിനെ വേറെ രീതിയിൽ കണ്ടിട്ടായിരിക്കും അവന്റെ മനോനില തെറ്റിയിട്ട് അവൻ കൊല്ലുന്നത്.